Hello everyone and welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഓട്സ് ആൻഡ് ബനാന പാൻകേക്ക്. മിനി പാൻകേക്സ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1/2 കപ്പ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ അതിലൊരു കളർ ചേഞ്ച് ആകുന്നവരെ നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്സിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചേഞ്ച് ആവാൻ നിൽക്കണ്ട കേട്ടോ. അതിന് മുമ്പ് ഒന്ന് എടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് അങ്ങ് പൗഡർ ആവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പഴമാണ്. ഞാനിവിടെ ചെറിയ പഴം എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 3 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റോബസ്റ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. അതുപോലെ a pinch of salt കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ മുട്ട നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ പഴം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വലിയ പഴമാണെങ്കിൽ അതിൻ്റെ 1/2 ആഡ് ചെയ്യുക. ഇതും അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഒരു 1-2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നന്നായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബനാന ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക, എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യുക, എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇനി ഇവിടെ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വാട്ടർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല, പക്ഷെ കുറച്ചൊരു തിക്കായിട്ട് വയ്ക്കുന്നതാണ് ബാറ്റർ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അൺസോൾട്ട് ബട്ടർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോൾട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്തില്ലേ, അതങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം അതിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, നമുക്കൊരു മിനി പാൻകേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 1-1.5 ടേബിൾ സ്പൂൺ മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നോർമൽ പാൻകേക്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് ബബിൾ വന്ന് തുടങ്ങുമ്പോഴത്തേനും തന്നെ അതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. മിനി പാൻകേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മിനി പാൻകേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ എന്താണ് കുറച്ച് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണിയൊക്കെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. So let's break the fast with a beautiful, tasty and healthy breakfast pancake. So if you like to please subscribe, share, like and comment. Thank you.